റമളാൻ മാസം പിറന്നു. ഇനിയുള്ള ഒരു മാസക്കാലം ഇസ്ലാം മതവിശ്വാസികൾക്ക് ആത്മനിയന്ത്രണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിനരാത്രങ്ങളാണ്. ഇന്ന് പുലർച്ചെ സുബഹ് ബാങ്ക് വിളിയോടെ വിശ്വാസികൾ നോമ്പ് തുടങ്ങി. വൈകിട്ട് മഗ്രിബ് ബാങ്ക് വരെ വ്രതാനുഷ്ഠാനം. ഖുർആൻ അവതീർണമായതും ബദർ പോരാട്ടം നടന്നതും ഈ മാസത്തിലാണ്. 1000 മാസത്തേക്കാൾ പുണ്യമായ രാവെന്ന് വിശ്വസിക്കുന്ന ലൈലത്തുൽ ഖദർ റമദാനിലാണെന്ന് കരുതപ്പെടുന്നു. ദാനധർമ്മം ഉൾപ്പെടെ പുണ്യപ്രവർത്തികൾക്കായി വിശ്വാസികൾ ഏറെ സമയം കണ്ടെത്തുന്നു. മനസ്സും ശരീരവും പാകപ്പെടുത്താനുള്ള പരിശീലന കളരി. ദരിദ്രർ പട്ടിണി കിടക്കുമ്പോൾ ആ പട്ടിണി എന്താണെന്ന് അറിയാത്ത ധനികന്മാർക്ക് കൂടി പട്ടിണി കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാക്കി കൊടുക്കുകയാണ് നോമ്പിലൂടെ ചെയ്യുന്നതെന്ന്. രാത്രിയിൽ ദൈർഘ്യമേറിയ തറാവീഹ് നിസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും വിശ്വാസികൾ സമയം കണ്ടെത്തുന്നു. മതസാഹോദര്യം വിളിച്ചോതുന്ന ഇഫ്താർ സംഗമങ്ങൾക്കും റംസാൻ വേദിയാകും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.